രാവിലെ ചായക്കുന്ന ദോശയുണ്ടോ? ചായ എടുക്കുന്ന ടൈമിൽ നല്ല മീൻകറി ഉണ്ടാക്കണം വേണം. വീഡിയോ ഓണാക്കി നേരെ അങ്ങിട്ടുന്നു. സുനീറയാണ് വെക്കണത്. പോൾ വെക്കണത് നമ്മൾ വെക്കണ മാതിരിയല്ല. എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും കേട്ടോ. എന്തെങ്കിലും ഒരു വെറൈറ്റി ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഞാൻ അതിൻ്റെ റെസിപ്പി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ്. അപ്പോൾ എന്തായാലും റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. തുടക്കം മുതലൊന്നും ഇല്ലെങ്കിലും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം കേട്ടോ. നല്ല കുഞ്ഞമ്മത്തി വെച്ചിട്ടുള്ള കറിയാണ് സുനീറയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം വെളിച്ചെണ്ണയിലല്ലേ സുനീറ? വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ഉലുവ, കടുക്, പിന്നെന്താണ് വെളുത്തുള്ളി, ഇഞ്ചിയും കൂടിയും ചതച്ചത് ഇട്ട് കൊടുത്തങ്ങാണ്ട് ഒന്ന് വഴറ്റിയാണ്. അതിക്ക് സവാള ഇട്ടു. അതൊന്ന് വേണ്ടി വരുമ്പോൾ പച്ചമുളക്, അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചിക്കണു. അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പെട്ടിക്കണത് ഉലുവ, കടുക്, വെളുത്തുള്ളി, ഇഞ്ചി, വെല്ലുള്ളി, പച്ചമുളക് കേട്ടോ. അതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊതുവേ നമ്മൾ മീൻകറി വെക്കുന്ന ടൈമിൽ ഇതേപോലെയുള്ള മൺചട്ടിയിൽ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. സാധാ ചട്ടിയിൽ വെക്കുന്നതിനേക്കാട്ടിലും നോൺ സ്റ്റിക്കിലൊക്കെ വെക്കുന്നതിനേക്കാട്ടിലും ടേസ്റ്റ് ഇതേപോലെ മൺചട്ടിയിൽ വെക്കുന്നതാണ്. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇല്ല തീരെ ഇല്ല ഇത്ര, അതുകൊണ്ടാണ് ഇത്ര കുറവ് ഇട്ടിരുന്നത്. അല്ലെങ്കിൽ കുറച്ചധികം കറിവേപ്പില ഇട്ടാൽ ടേസ്റ്റും കൂടും. ഈ ടൈമിലൊരു മണമുണ്ട്. കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ പാടെ കൂടുമ്പോഴുള്ളൊരു മണം അടിപൊളി. വാട്ടി ഏകദേശം എന്താ അത്രയും ഗ്രേവി പോലെ ആവണ രൂപത്തിൽ വാട്ടിയെടുത്തുകൊണ്ട് ഇതിൽ മസാല കാര്യങ്ങൾ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഐറ്റംസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇത് നല്ലപോലെ വാടിയത് ഇതേപോലെ ആയിക്കഴിഞ്ഞാൽ 3 അല്ലി കൊടംപുളി വെള്ളത്തിലിട്ട് വെച്ചത് ആ വെള്ളവും ആ കൊടംപുളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് മാത്രമേ ഉള്ളൂ. നമ്മൾ മസാല കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. സംഭവം മീൻകറി ആയാലും വേറെ എന്ത് കറി ആയാലും എല്ലാവരും ഒരേ മസാല ഇടുക. പക്ഷെ ഓരോരുത്തരും വെറൈറ്റി ടേസ്റ്റ്. അതായത് മീൻകറിക്ക് വേണ്ട ഒരു മസാലയും നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ല. എല്ലാം ഈ ഒരു അരപ്പിലാണ് ഇട്ടിരിക്കുന്നത്. ഇന്നത്തെ മസാല എന്തൊക്കെയാണെന്ന് നോക്കാട്ടോ. തേങ്ങ, സവാള, വെളുത്തുള്ളി, ഇഞ്ചി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഓക്കെ, ഇനി ഇത് തിളച്ച് വരുമ്പോൾ ഇതൊക്കെ പാരും. ആ കൊടംപുളി വെള്ളം ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ ഈ ഒരു അരപ്പ് അതിലേക്ക് പാർന്ന് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കാണുന്ന പോലെയല്ല, ഇളക്കി കഴിഞ്ഞാൽ ഒന്നും കൂടി കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ കറിയുടെ നിറത്തിലോ ഭംഗിയിലോ അല്ല കാര്യം, ടേസ്റ്റിലാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. അടിപൊളിയാണ്. ഇത് പ്രത്യേകിച്ചും ചോറുക്കല്ല കേട്ടോ ഏറ്റവും കൂടുതൽ ഇത് ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ പുട്ട്, ദോശ, അതിക്കൊക്കെ പൊറാട്ടയ്ക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതൊന്ന് ജസ്റ്റ് തിളക്കണ രൂപത്തിലായി കഴിഞ്ഞാൽ ഈ ഒരു കുഞ്ഞമത്തിയും അതിൽ വാരിയിടുക. നല്ല ടേസ്റ്റാണ്. മീൻകറി തേങ്ങ അരച്ച് കൂട്ടാത്ത ആൾക്കാർ പോലും ഈ ഒരു കറി കൂട്ടിക്കഴിഞ്ഞാൽ എന്തായാലും കൂട്ടുട്ടോ. അത്രയും ടേസ്റ്റാണ്. ഇതേ രീതിയിലുള്ള ഒരു മീൻകറി റെസിപ്പി എനിക്ക് ഗൾഫിലുള്ള എൻ്റെ ഒരു കസിന് പറഞ്ഞു തന്നിട്ട് ഞാൻ വെച്ചിരുന്നു. അടിപൊളിയായിരുന്നു. അത് അയില വെച്ചിട്ടാണോ ഞാൻ വെച്ചത്. മീൻ കുക്കായി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതല്ല, നമ്മൾ നാട്ടിലുണ്ടാവുന്ന ആ ഒരു മല്ലിയിലയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഈ കറിയുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി, വറ്റൽമുളക്, പിന്നെ മുളക് പൊടി കൂടി ഇട്ട് തൂമിച്ചെടുക്കുക. അത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അത് അടിപൊളിയാണ്. ഒക്കെ കഴിഞ്ഞ് പിന്നെ നിഷായിന് കൊട്ടപ്പുറത്തേക്കുള്ള ഫുഡും ഞാൻ ആക്കി കൊടുത്തയച്ചു. ചോറും കാര്യങ്ങളൊക്കെ കുഞ്ഞാവ് പോയപ്പോൾ എൻ്റെ കയ്യിലാക്കി കൊടുത്തു. വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.